കള്ളാടി ആനക്കമ്പയിൽ തുരങ്കപാത പാറ തുരക്കലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കാനിരിക്കെ അത് ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് വയനാട് ജില്ലയെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി വയനാട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് വയനാടിൻ്റെ യാത്രാ പ്രശ്നം എന്നുള്ളത്. രണ്ട് ചുരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സദാസമയം ബ്ലോക്കായി ഏത് കാലത്തും ദുരിതജീവിതം അനുഭവിക്കുകയാണ് വയനാടൻ ജനത എന്ന് പറയുന്നത്. ആ ജനതയ്ക്കാണ് പ്രതീക്ഷയുടെ പുത്തൻ ഉണർവേകിക്കൊണ്ട് തുരങ്കപാത പദ്ധതി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തികളൊക്കെ തന്നെ ആരംഭിക്കുന്നു. ഇന്ന് പാറ തുരക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മേപ്പാടി ടൗണിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിലൂടെയാണ് വന്ന് ഈ ഒരു തുരങ്കപാത അവസാനിക്കുക. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ഈ തുരങ്കപാതയുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. വയനാടിന് തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. വയനാടിന് തന്നെ ഒരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മേപ്പാടിക്ക് ഒരു നല്ല പ്രതീക്ഷയാണ്. കാരണം ഇവിടെ ഒരു ദുരന്തം നടന്ന് അതിലൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ നമ്മുടെ യാത്രാ പ്രശ്നമാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ കോഴിക്കോട് ത്രൂ പോകുന്നതിൽ അരമണിക്കൂർ 1 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ചുരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങുകയാണ്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിലോമീറ്ററുകൾ കുറഞ്ഞു കിട്ടും. ദൂരം മറ്റ് ജില്ലകളിലേക്ക് പോകാനും വരാനും ഒക്കെ നമുക്ക് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് എത്തിപ്പെടാനും ഇവിടെ നിന്നുള്ള കാർഷിക മേഖലയിലെ സാധനങ്ങൾ നമുക്ക് ത്രൂ ആയിട്ട് കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് തന്നെ നേരിട്ട് കൊണ്ടുപോയി വിൽപ്പന നടത്താനും, അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും പിന്നെ ദൂരങ്ങളിലേക്ക് പോകാൻ ഫ്ലൈറ്റിന്, അതേമാതിരി തന്നെ നമുക്ക് ട്രെയിന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോഴിക്കോടിനെ ആശ്രയിക്കേണ്ടതുകൊണ്ട് നമ്മൾ ചുരത്തിൽ കുടുങ്ങുന്ന ഒരു വല്ലാത്തൊരു ദുരിതസ്ഥിതിയാണ് ഉള്ളത്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാവുന്നതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത്. അതിന് എന്തായാലും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ചെയ്യുന്നത്. ഇനിയും അതിനുള്ള വളർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ തുരങ്കപാത ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. വയനാട്ടുകാരെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നം പൂവണിയുന്ന ദിവസമാണ്. കാരണം വയനാട്ടിലേക്കൊരു ബദൽപാത എന്നത് ഈ നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. അതാണ് ഇന്ന് 11 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആനക്കാമ്പയിൽ വെച്ച് അതിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നടത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ അവസരത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ സർക്കാരുമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ പ്രാദേശികമായ പിന്തുണ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. സത്യത്തിൽ ഇത് കൊച്ചി ബാംഗ്ലൂർ ഒരു ഇടനാഴി പോലെയാണ്. കാരണം ചരക്ക് ഗതാഗതത്തിനും അതുപോലെ തന്നെ മറ്റ് യാത്രാ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനമായിട്ട് താമരശ്ശേരി ചുരത്തിനും മറ്റു ചുരങ്ങൾക്കൊക്കെ ബദലായിട്ട് തന്നെ ഒരു ചുരമില്ലാത്ത ഒരു 8 കിലോമീറ്ററോളം വരുന്ന ഒരു തുരങ്കം അത് ഈ നാടിൻ്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അത് വരട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ തുരങ്കം വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് വയനാട്ടിലെ ടൂറിസം മേഖലയാണ്. അതെ, തീർച്ചയായും വയനാട് ശരിക്ക് ടൂറിസത്തിൽ നല്ലൊരു ബ്ലാസ്റ്റിങ്ങിലായിരുന്നു വയനാട് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെക്കാട്ടി 10 ഇരട്ടി ടൂറിസം വയനാട്ടിലേക്കും വരും. അതുപോലെ വയനാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തം കോഴിക്കോട്ടേക്കും വരും. കേരളം മൊത്തം വികസനത്തിൻ്റെ വസന്തം തന്നെ വരുന്നതാണ് പറയുന്നത്. ഗവൺമെൻറ് ശക്തമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ PW മിനിസ്റ്റർ ആയിക്കോട്ടെ, CM ആയിക്കോട്ടെ, ലിൻഡോ ജോസഫ് MLA ആയിക്കോട്ടെ, സർക്കാർ നമ്മൾ അഭിനന്ദിക്കുകയാണ്. വയനാട്ടിൽ നല്ലൊരു സമ്മാനം തന്നെയാണ് ഈ പ്രോജക്റ്റ്. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ്. ഈ ടൂറിസം മേഖലയായാലും മറ്റ് ചരക്ക് ഗതാഗത സംവിധാനമായാലും ഏത് മേഖല എടുത്തു നോക്കിയാലും വയനാടിൻ്റെ നിലവിലെ ഒരു വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ 2 ദുരന്തത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കുറവാണ്. പക്ഷേ ഈ ഒരു തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമാകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഒരു യാത്രാ പ്രശ്നവും കൂടാതെ ചുരത്തിൻ്റെ ബ്ലോക്കില്ലാതെ മറ്റ് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഈ തുരങ്കപാത കടന്നുകൊണ്ട് വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ കച്ചവടമായാലും മറ്റ് ഏത് മേഖല എടുത്തു നോക്കിയാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ സംഭവിക്കാൻ പോകുന്നത്.